നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2015 പുറത്തിറങ്ങിയ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് ജുറാസിക് വേൾഡ്. ഈ സിനിമ പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ജുറാസിക് സിനിമകളെല്ലാം തന്നെ സിനിമാ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ജുറാസിക് സിനിമകൾ. ഒരു കാലത്ത് ഭൂമിയിൽ വിഹരിച്ചു നടന്ന ജീവിവർഗമായിരുന്നു ദിനോസറുകൾ. കാലക്രമേണ ഇവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ദിനോസറുകളുടെ ഫോസിലുകൾ ഭൂമിയിൽ മിക്കയിടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ 6.5 കോടി വർഷം പഴക്കമുള്ളതാണ്. അങ്ങനെയാണ് ദിനോസറുകൾ അക്കാലയളവിലാകാം വംശനാശം വന്നുപോയതെന്ന് മുൻപ് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചത്. ദിനോസറുകളിൽ എല്ലാ വിഭാഗവും പൂർണ്ണമായി അപ്രത്യക്ഷരായില്ല. ഭൂമിയിൽ തുടർന്നവയുടെ പിന്മുറക്കാരെ നമ്മൾ അറിയും പക്ഷികളാണ് അവർ എന്നുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യക്കാരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി പാലിയന്റോളജിസ്റ്റുകൾ രംഗത്ത് വരികയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനോസർ മുട്ടകൾ കണ്ടെടുക്കുന്ന സ്ഥലമായി മധ്യപ്രദേശിനെ പ്രഖ്യാപിച്ചു. ദിനോസറുകൾ മുട്ട അടവെച്ച് വിരിയിച്ചിരുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി സമീപകാല കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് മാറി. നിരവധി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന നർമ്മദ താഴ്വരയിലാണ് ഏറ്റവും വലിയ ദിനോസറുകളിലൊന്നും സസ്യബുക്കായ ടൈറ്റനോസറുകളുടെ ഫോസിലൈസ് ചെയ്ത 100 കണക്കിന് മുട്ടകളും കൂടുകളും കണ്ടെടുത്തത്. ധാർ ജില്ലയിലാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ നടന്നത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാലിയന്റോളജിസ്റ്റുകളുടെ സംഘമാണ് ധാർ ജില്ലയിൽ പരിശോധന നടത്തിയത്. 92 ദിനോസറുകളുടെ കൂടുകളും 256 മുട്ടകളും ഇവിടെ നിന്നും കണ്ടെത്തി. ഇവ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ളതായിരുന്നു. 15 മുതൽ 17 സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് കണ്ടെടുത്ത മുട്ടകൾക്ക്. ഓരോ കൂടിലും 1 മുതൽ 20 വരെ മുട്ടകൾ ഉണ്ടായിരുന്നു. ചില മുട്ടകൾ വിരിഞ്ഞതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ കണ്ടെത്തിയ ദിനോസറുകൾ ഫോസിലുകളും മുട്ടകളും ലാമൈറ്റ് ഫോർമേഷനിൽ പെടുന്നു. ലാമറ്റ രൂപീകരണം മാസ്ട്രീഷ്യൻ കാലഘട്ടത്തിലാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ഇവ കാണപ്പെടുന്നു. ടൈറ്റനോസർ, സോറോപോഡ്, ഐസിസോറസ്, അബലിസറസ്, ഇൻഡോസോറസ്, ഇൻഡോസൂച്ചുസ്, ലെവിസൂച്ചുസ്, രാജാസൗറസ് എന്നിവയുൾപ്പെടെയുള്ള ദിനോസർ ജനുസുകളുടെ വൈവിധ്യത്താൽ ലാമെറ്റ രൂപീകരണം ശ്രദ്ധേയമാണ്. ലാമെറ്റ രൂപീകരണത്തിൽ സസ്തനികൾ, പാമ്പുകൾ, മറ്റു മൃഗങ്ങൾ എന്നിവയുടെ ഫോസിലുകളും അടങ്ങിയിരിക്കുന്നു. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഇവയുടെ വംശനാശത്തിന് മുൻപുള്ള ഇന്ത്യയിലെ ദിനോസർ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചരിത്രാതീത ഘടന. ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ഹർഷ ധിമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തങ്ങളുടെ കണ്ടെത്തലുകൾ +1 എന്ന ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചത്. നർമ്മദ താഴ്വര ഒരു ദിനോസർ ഹാച്ചറി സോണാണ്. ഇവിടെ ടൈറ്റനോസറുകൾ മുട്ടയിടാനായി പ്രത്യേകമായി വന്നതാണ്. ദിനോസറുകളുടെ നിലനിൽപ്പിന് അനുയോജ്യമായ സമൃദ്ധമായ സസ്യജാലങ്ങളും ജലസ്രോതസ്സുകളുമുള്ള ഈ പ്രദേശത്ത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയുമായിരുന്നു നിലനിന്നിരുന്നത്. മധ്യപ്രദേശിൽ ദിനോസർ മുട്ടകളും കൂടുകളും കണ്ടെത്തുന്നത് പുതിയ കാര്യമല്ല. ജബൽപൂർ ജില്ലയിലും ഗുജറാത്തിലെ ബാലാസിനോറിലും സമാനമായ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ധാർ ജില്ലയിലെ കണ്ടെത്തൽ മുട്ടകളുടെ എണ്ണം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ്.